ഹായ് ഫ്രണ്ട്സ്, ജി ബി വിഷന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഇന്ന് 10ാം ക്ലാസ് ബയോളജിയിലെ മൂന്നാമത്തെ പാഠത്തിലെ 5ാമത്തെ എപ്പിസോഡാണ് നമ്മൾ കൈകാര്യം ചെയ്യുന്നത്. 5ാമത്തെ എപ്പിസോഡിൽ നമ്മളൊരു പുതിയ ഗ്രന്ഥിയെ പരിചയപ്പെടുകയാണ്. ആ ഗ്രന്ഥിയുടെ പേര് പിറ്റ്യൂട്ടറി ഗ്രന്ഥി എന്നാണ്. പിറ്റ്യൂട്ടറി ഗ്ലാൻഡ്. തലച്ചോറിലാണ് പിറ്റ്യൂട്ടറി ഗ്രന്ഥി കാണുന്നത്. പിറ്റ്യൂട്ടറി തലച്ചോറിൽ കാണുന്ന മറ്റൊരു ഗ്രന്ഥിയെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പരിചയപ്പെട്ട് കഴിഞ്ഞു, ഓർമ്മയുണ്ടാവുമല്ലോ. പൈനിയൽ ഗ്രന്ഥി എന്ന് പറയും. ഇത് സെറിബ്രത്തിന് താഴെയായി കാണപ്പെടുന്ന ഗ്രന്ഥിയാണ് പിറ്റ്യൂട്ടറി ഗ്രന്ഥി അഥവാ പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് എന്ന് പറയും. ഒരു കാലത്ത് നായക ഗ്രന്ഥി, ദ മാസ്റ്റർ ഗ്ലാൻഡ് ഓഫ് അവർ ബോഡി എന്നൊക്കെ അറിയപ്പെട്ടിരുന്ന ഒരു ഗ്രന്ഥിയാണ്. ഇന്ന് അങ്ങനെ ഒരു വിളിപ്പേര് ഇതിനില്ല. നിങ്ങൾ ക്ലാസ് ഈ ഒരു ഗ്രന്ഥിയെ സംബന്ധിച്ച് വിവരണങ്ങൾ കഴിയുമ്പോഴേക്ക് നിങ്ങൾക്ക് എന്തുകൊണ്ട് അങ്ങനെ ഒരു പേര് ഇതിനുണ്ടായിരുന്നു, എന്തുകൊണ്ടാണ് ഇപ്പോൾ ആ പേര് ഇല്ലാതെയായത് എന്ന് ഒന്ന് അന്വേഷിച്ച് കണ്ടെത്താൻ ശ്രമിച്ചു നോക്കും. ഓക്കെ, അപ്പം പിറ്റ്യൂട്ടറി ഗ്ലാൻഡിന്റെ പ്രത്യേകത, 2 ഇതളുകളായിട്ടാണ് പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് കാണുന്നത്. 2 ദളങ്ങളായിട്ടാണ്. നമ്മൾ നേരത്തെ അഡ്രിനൽ ഗ്ലാൻഡിന്റെ കാര്യം പറഞ്ഞ പോലെ 2 ഭാഗങ്ങളായി. ആ 2 ഭാഗങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമുക്ക് ഹോർമോണിനെ ചർച്ച ചെയ്യാനുണ്ട്. അപ്പൊ എണ്ണുമ്പോൾ ഒരു ഗ്ലാൻഡ് ആണെങ്കിലും ഫലത്തിൽ 2 ഗ്ലാൻഡിന്റെ എഫക്റ്റ് എവിടെ വരുന്നുണ്ട്? ഈ പിറ്റ്യൂട്ടറി ഗ്ലാൻഡിന്റെ കേസിൽ വരുന്നുണ്ട് എന്നതാണ്. ഓക്കെ, പിറ്റ്യൂട്ടറി ഗ്രന്ഥിയുടെ 1ാമത്തെ ദളത്തിൽ ആദ്യ ദളവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമുക്ക് അല്ലെ മുൻദളവും പിന്തളവും എന്ന് പറയാം. മുൻദളവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമുക്ക് 3 ടൈപ്പ് ഹോർമോണുകളെ പഠിക്കാനുണ്ട്. 3 വ്യത്യസ്ത തരം ഹോർമോണുകളെ പിറ്റ്യൂട്ടറി ഗ്ലാൻഡിന്റെ 1ാമത്തെ മുൻദളവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമുക്ക് ചർച്ച ചെയ്യാൻ പറ്റും. അതിൽ 1ാമത്തെ ഹോർമോണിന്റെ പേര് ട്രോപ്പിക് ഹോർമോണുകൾ എന്നാണ്. ട്രോപ്പിക് ഹോർമോണുകൾ. 2ാമത്തെ ഹോർമോണ് സൊമാറ്റോട്രോപ്പിൻ. 3 പ്രൊലാക്റ്റിൻ. പിറ്റ്യൂട്ടറി ഗ്ലാൻഡിന്റെ മുൻദളവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കാണുന്ന നമുക്ക് പഠിക്കാനുള്ള 3 ടൈപ്പ് ഹോർമോണുകളാണ് ട്രോപ്പിക് ഹോർമോണുകൾ, സൊമാറ്റോട്രോപ്പിൻ, പ്രൊലാക്റ്റിൻ എന്നിവ. ഓക്കെ, ഇതില് ട്രോപ്പിക് ഹോർമോൺ എന്ന് പറയുന്നത് നമ്മുടെ മറ്റു ഗ്രന്ഥികളിൽ നിന്നുള്ള ഹോർമോൺ ഉൽപാദനത്തെ ക്രമീകരിക്കുന്ന, നിയന്ത്രിക്കുന്ന ഹോർമോണാണ് ട്രോപ്പിക് ഹോർമോൺ. It controls the secretions of other glands. അതുകൊണ്ട് തന്നെ എൻഡോക്രൈൻ സിസ്റ്റത്തിൽ, അന്തസ്രാവി വ്യവസ്ഥയിൽ ഈ ഹോർമോണിന് അതിൻ്റെതായ ഒരു പ്രാധാന്യമുണ്ട്. നേരത്തെ നമ്മൾ പറഞ്ഞതിലേക്കൊന്ന് തിരിച്ചുപോയി ആലോചിച്ച് നോക്കും. മാസ്റ്റർ ഗ്ലാൻഡ് ഓഫ് അവർ ബോഡി അല്ല, ഒരു മാസ്റ്റർ ആണല്ലോ. ഒരു എവിടെയാണോ അദ്ദേഹം പ്രവർത്തിക്കുന്നത് ആ ഭാഗത്തിന്റെ കൺട്രോള് മാസ്റ്ററുടെ കയ്യിലാണല്ലോ. ഇവിടെ നമ്മുടെ ബോഡിക്കകത്ത് മറ്റേതൊരു ഗ്ലാൻഡും ഏത് സമയത്ത് ഏത് ഹോർമോൺ ഏത് അളവിൽ പ്രൊഡ്യൂസ് ചെയ്യണമെന്ന് തീരുമാനിക്കാനുള്ള അവകാശം അതാത് ഗ്ലാൻഡ്സിനില്ല. പകരം ഒരു ഹോർമോൺ ഏത് സമയത്ത് ഏത് ഹോർമോൺ ഏത് അളവിൽ ഉൽപ്പാദിപ്പിക്കണമെന്ന് തീരുമാനിക്കുന്നത് ട്രോപ്പിക് ഹോർമോണാണ്. അതാ പറയുന്നത്, ഇറ്റ് കൺട്രോൾസ് ദ സെക്രീഷൻസ് ഓഫ് ഓൾ അതർ ഗ്ലാൻഡ്സ്. അതാണ് ട്രോപ്പിക് ഹോർമോണിന്റെ പൊതുവായിട്ടുള്ള ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. എക്സാമ്പിൾസ്, ട്രോപ്പിക് ഹോർമോൺസിന് എക്സാമ്പിൾസ് പറഞ്ഞാൽ TSH അഥവാ തൈറോയിഡ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ. തൈറോയിഡ് ഗ്ലാൻഡിൽ നിന്നുള്ള ഹോർമോൺ പ്രൊഡക്ഷനെ കൺട്രോൾ ചെയ്യുന്നത് TSH ആണ്. ഇതിന്റെയൊക്കെ തൈറോക്സിന്റെയും കാൽസിറ്റോണിന്റെയും പ്രൊഡക്ഷൻ ഏത് സമയത്ത് ഏത് അളവിൽ എങ്ങോട്ട് ഉണ്ടാവണം എന്ന് തീരുമാനിക്കുന്നത് തൈറോയിഡ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ എന്ന ട്രോപ്പിക് ഹോർമോണാണ്. അപ്പൊ തൈറോയിഡ് ഗ്ലാൻഡിന് സ്വയാധികാരമില്ല. അതാരുടെ കൺട്രോളിലാണ്? ട്രോപ്പിക് ഹോർമോണിന്റെ കൺട്രോളിലാണ്. ആ ട്രോപ്പിക് ഹോർമോണാണ്, തൈറോയിഡ് ഗ്ലാൻഡിനെ കൺട്രോൾ ചെയ്യാനുള്ള ട്രോപ്പിക് ഹോർമോണാണ് TSH. 2 ACTH, അഡ്രിനോ കോർട്ടിക്കോട്രോപ്പിക് ഹോർമോൺ. അഡ്രിനൽ ഗ്ലാൻഡിന്റെ
കോർട്ടെക്സിൽ നിന്നുള്ള ഹോർമോൺ ഉൽപാദനത്തെ, ഏതൊക്കെ ഹോർമോണുകളുടെ, കോർട്ടിസോൾ, അൾഡോസ്റ്റിറോൺ, ലൈംഗിക ഹോർമോണുകൾ, ഈ 3 ഹോർമോണുകളുടെയും പ്രൊഡക്ഷൻ എങ്ങനെയായിരിക്കണം എന്ന് തീരുമാനിക്കുന്ന ഹോർമോണിന്റെ പേരാണ്, ട്രോപ്പിക് ഹോർമോണിന്റെ പേരാണ് ACTH, അഡ്രിനോ കോർട്ടിക്കോട്രോപ്പിക് ഹോർമോൺ. 3 ഗൊണാഡോട്രോപ്പിക് ഹോർമോൺ GTH, ഗൊണാഡോട്രോപ്പിക് ഹോർമോൺ. ഗൊണാഡുകളെ, സ്ത്രീ പുരുഷ ലൈംഗികാവയവങ്ങൾക്ക്, സെക്ഷൽ ഓർഗൻസിന് പൊതുവിൽ പറയുന്ന പേരാണ് ഗൊണാഡ്. ആ ഗൊണാഡുകളിൽ നിന്നുള്ള ഹോർമോൺ ഉൽപാദനത്തെ ക്രമീകരിക്കുന്ന, കൺട്രോൾ ചെയ്യുന്ന ട്രോപ്പിക് ഹോർമോണിന്റെ പേരാണ് GTH. But these are the examples of tropic hormone which controls the secretions of all other glands. മറ്റ് നമ്മുടെ ബോഡിക്കകത്തുള്ള ഗ്രന്ഥികളിൽ നിന്നുള്ള ഹോർമോൺ പ്രൊഡക്ഷനെ കൺട്രോൾ ചെയ്യുന്ന ട്രോപ്പിക് ഹോർമോണുകൾക്ക് ഉദാഹരണങ്ങളാണ് TSH, ACTH, GTH എന്നിവ. ഓക്കെ, ഇതാണ് ട്രോപ്പിക് ഹോർമോൺ. പിറ്റ്യൂട്ടറി ഗ്ലാൻഡിന്റെ ഒന്നാമത്തെ മുൻതളം പ്രൊഡ്യൂസ് ചെയ്യുന്ന ട്രോപ്പിക് ഹോർമോണുകൾക്ക് എക്സാമ്പിൾസ് ആണ് ഇവ. ഇവ മറ്റു ഗ്ലാൻഡുകളിൽ നിന്നുള്ള ഹോർമോൺ പ്രൊഡക്ഷനെ കൺട്രോൾ ചെയ്യാൻ സഹായിക്കും. ദെൻ രണ്ടാമത്തെ ഹോർമോൺ ഏതായിരുന്നു? രണ്ടാമത്തെ ഹോർമോൺ സൊമാറ്റോട്രോപ്പിൻ. സൊമാറ്റോട്രോപ്പിൻ അഥവാ വളർച്ചാ ഹോർമോൺ എന്ന്. വളർച്ചാ ഹോർമോൺ ശരീര വളർച്ചയെ ക്രമീകരിക്കുന്ന ഹോർമോൺ ആണ് സൊമാറ്റോട്രോപ്പിൻ. അപ്പൊ ശരീര വളർച്ച എന്നത് ഹോർമോണുകളാൽ നിയന്ത്രിക്കപ്പെടുന്ന ഒരു പ്രവർത്തനമാണ്. അല്ല, നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിനനുസരിച്ച് ഇങ്ങനെ വളർന്നു പോവുകയല്ല. ശരീര വളർച്ച ഫുള്ളി കൺട്രോൾഡ് ബൈ സർട്ടൻ ഹോർമോൺസ് ആൻഡ് അതിലുള്ള ഒരു പ്രധാനപ്പെട്ട ഹോർമോൺ ആണ് സൊമാറ്റോട്രോപ്പിൻ. ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത് പിറ്റ്യൂട്ടറി ഗ്ലാൻഡിന്റെ ഫസ്റ്റ് ദളമാണ്. ഫസ്റ്റ് ഒന്നാമത്തെ ഇതളിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന സൊമാറ്റോട്രോപ്പിൻ ആണ്. ഗ്രോത്ത് ഹോർമോൺ GH എന്നുകൂടെ പറയാറുണ്ട്. ശരീര വളർച്ചയെ നിയന്ത്രിക്കുന്ന സൊമാറ്റോട്രോപ്പിൻ ആയതുകൊണ്ട് തന്നെ സൊമാറ്റോട്രോപ്പിന്റെ ഉൽപാദനത്തിലുണ്ടാകുന്ന, അളവിലുണ്ടാകുന്ന വ്യത്യാസങ്ങൾ നമ്മുടെ ശരീര വളർച്ചയെ പല രീതിയിൽ സ്വാധീനിക്കാറുണ്ട്. സൊമാറ്റോട്രോപ്പിന്റെ അളവിലുണ്ടാകുന്ന വ്യതിയാനങ്ങൾ ശാരീരിക വളർച്ചയിൽ വ്യത്യസ്തമായ രീതിയിൽ മാറ്റങ്ങൾ ഉണ്ടാക്കുന്നതിന് കാരണമാകുന്നു, ചില അവസ്ഥകൾ ഉണ്ടാക്കുന്നതിന് കാരണമാകുന്നു. നോക്കുക, ഇപ്പോ സൊമാറ്റോട്രോപ്പിൻ കുട്ടിക്കാലങ്ങളിൽ ആവശ്യാനുസരണം ഉൽപ്പാദിപ്പിക്കപ്പെടുന്നില്ല എന്ന് കരുതുക. ചൈൽഡ്ഹുഡിൽ ഇതിന്റെ പ്രൊഡക്ഷൻ ഓഫ് സൊമാറ്റോട്രോപ്പിൻ ഡിഗ്രീസ്ഡ് ആണ്, സഫീഷ്യന്റ് അല്ല എന്ന് കരുതുക. സ്വാഭാവികമായും എന്താ സംഭവിക്കുക? നമ്മൾ പറഞ്ഞു കഴിഞ്ഞു, സൊമാറ്റോട്രോപ്പിൻ ഈസ് ദ ഹോർമോൺ വിച്ച് കൺട്രോൾസ് ദ ബോഡി ഗ്രോത്ത്. ഏത് സമയത്തും അതെ. അപ്പൊ കുട്ടിക്കാലങ്ങളിൽ സൊമാറ്റോട്രോപ്പിൻ പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നില്ല, അല്ലെങ്കിൽ സഫീഷ്യന്റ് ആയിട്ടില്ല എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായും എന്താ സംഭവിക്കുക? കുട്ടിക്കാലങ്ങളിലെ ശരീര വളർച്ച തടസ്സപ്പെടുന്നു, കുറയുന്നു, എല്ലിന്റെ ഒക്കെ വളർച്ച മുരടിച്ചു പോകാൻ കാരണമാകുന്നു. ആൻഡ് ദാറ്റ് കണ്ടീഷൻ ഈസ് കോൾഡ്, അങ്ങനെയുള്ള അവസ്ഥയ്ക്ക് പറയുന്ന പേരാണ് വാമനത്വം അഥവാ ഡ്വാർഫിസം. ഡ്വാർഫിസം, വാമനത്വം എന്താണ്? ഡ്യൂ ടു ദ ഡിക്രീസ്ഡ് പ്രൊഡക്ഷൻ ഓഫ് സൊമാറ്റോട്രോപ്പിൻ അറ്റ് ദ ചൈൽഡ്ഹുഡ്. ചൈൽഡ്ഹുഡിൽ സൊമാറ്റോട്രോപ്പിന്റെ ഉൽപാദനം കുറഞ്ഞു പോയാൽ അങ്ങനെയുള്ള കുട്ടികളുടെ ശരീര വളർച്ച മുരടിച്ചു പോകാൻ കാരണമാകുന്നു. ആൻഡ് ദാറ്റ് കണ്ടീഷൻ ഈസ് കോൾഡ് ഡ്വാർഫിസം, വാമനത്വം. വാമന ചരിത്രവുമായി ബന്ധപ്പെട്ട് ആലോചിച്ചാൽ ഓണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വാമനൻ വലിപ്പം കുറഞ്ഞ ആൾ, ആ വലിപ്പം കുറഞ്ഞ അവസ്ഥയിലേക്ക് എത്താൻ കാരണമാകുന്നു. നമ്മുടെ സർക്കസിലൊക്കെ കാണുന്ന കുള്ളന്മാരുണ്ട്, ജോക്കേഴ്സ്, അവരുടെയൊക്കെ ഭൂരിഭാഗം പേരുടെയും പ്രശ്നം ആ കണ്ടീഷന് പറയുന്ന പേര് വാമനത്വമാണ്. അവരുടെ മെന്റൽ ഗ്രോത്തിനോ മെന്റൽ ഡെവലപ്മെന്റിനോ ഒരു കുഴപ്പമില്ല. കാരണം സൊമാറ്റോട്രോപ്പിൻ മെന്റൽ ഡെവലപ്മെന്റിനെ കൺട്രോൾ ചെയ്യുന്ന ഹോർമോൺ അല്ല. മനസ്സിലായല്ലോ? ഫിസിക്കൽ ഗ്രോത്ത് മാത്രമാണ്. അപ്പൊ അങ്ങനെയുള്ള ആളുകൾ ഇത് കുറയുമ്പോൾ എന്തേ സംഭവിക്കുന്നുള്ളൂ? ഫിസിക്കൽ ഗ്രോത്ത് റിട്ടാർഡ് ആവാൻ കാരണമാകുന്നു, അത് തടസ്സപ്പെടാൻ കാരണമാകുന്നു. അങ്ങനെ തടസ്സപ്പെടുമ്പോഴാണ് വാമനത്വം അഥവാ ഡ്വാർഫിസം ഉണ്ടാകുന്നത്. ഇനി മറ്റൊരു കണ്ടീഷൻ പറയൂ, നമുക്ക് പറഞ്ഞു നോക്കാം എന്താണത്? ഇഫ് ദ പ്രൊഡക്ഷൻ എക്സീഡ്സ് അറ്റ് ദ ചൈൽഡ്ഹുഡ്, കുട്ടിക്കാലങ്ങളിൽ, ഇതേ കുട്ടിക്കാലങ്ങളിൽ ആവശ്യത്തിലേറെ സൊമാറ്റോട്രോപ്പിൻ പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നു എന്ന് കരുതുക, അളവിലേറെയാകുന്നു എന്ന് കരുതുക. സ്വാഭാവികമായും എന്താ സംഭവിക്കുക? ദ ബോഡി ഗ്രോത്ത് ഓൾസോ എക്സീഡ്സ്, അല്ലെ? ബോഡി ഗ്രോത്ത് അൺലിമിറ്റഡ് ആകും.
വല്ലാണ്ട് കൂടിപ്പോകും. അങ്ങനെ ബോഡി ഗ്രോത്ത് കൂടിപ്പോകുന്ന കണ്ടീഷന് പറയുന്ന പേരാണ് ഭീമാകാരത്വം അഥവാ ജൈജാൻറ്റിസം. എന്താണ്? ഇഫ് ദ പ്രൊഡക്ഷൻ ഓഫ് സൊമാറ്റോട്രോപിൻ ഇൻക്രീസസ് അറ്റ് ചൈൽഡ്ഹുഡ്. ചൈൽഡ്ഹുഡിൽ പ്രൊഡക്ഷൻ, ഈ സൊമാറ്റോട്രോപ്പിന്റെ പ്രൊഡക്ഷൻ കൂടിപ്പോയാൽ അങ്ങനെയുള്ള ആളുകളുടെ ശരീര വളർച്ചയും വല്ലാണ്ട് കൂടിപ്പോവാൻ കാരണമാകുന്നു. ആ കണ്ടീഷന് പറയുന്ന പേരാണ് ജൈജാൻറ്റിസം, ഭീമാകാരത്വം. ഓക്കെ, ഇനി മൂന്നാമത്തെ കണ്ടീഷൻ, ഈ ഗ്രോത്ത് എന്ന് പറയുന്നത് ഒരു അൺലിമിറ്റഡ് പ്രോസസ് അല്ല. ഇതൊരു 21 വയസ്സോടുകൂടി സ്വാഭാവികമായും സ്റ്റോപ്പ് ചെയ്യപ്പെടേണ്ട ഒരു പ്രോസസ്സാണ്. അല്ലാതെ നമ്മൾ ജീവിതാന്ത്യം വരെ മരങ്ങളൊന്നും വളരുന്ന പോലെ വളരുന്നില്ല. 21 വയസ്സാകുന്നതോടുകൂടി നമ്മുടെ ഗ്രോത്ത് ഏറെക്കുറെ നിലയ്ക്കും. പിന്നെ അപ്പോൾ അതുവരെ പുതിയ സെൽസ് ഉണ്ടാവുകയാണ് ചെയ്യുന്നത്. പിന്നീട് ഉള്ള സെൽസ് ഡിസ്ട്രോയ് ചെയ്യപ്പെടുന്നു എന്നതാണ്. അപ്പൊ ആ 21 വയസ്സ് വരെയാണ് സൊമാറ്റോട്രോപ്പിന്റെ ആക്ടിവിറ്റി ഏറെക്കുറെ. ഞാനത് 21 ബൗണ്ടറി ആയിട്ട് പറഞ്ഞതല്ല, ഏറെക്കുറെ 21 വയസ്സോടുകൂടി സൊമാറ്റോട്രോപ്പിന്റെ പ്രൊഡക്ഷൻ നിലയ്ക്കുകയും അതിന്റെ ആക്ടിവിറ്റി നിലയ്ക്കുകയും വളർച്ച സ്റ്റോപ്പ് ചെയ്യപ്പെടുകയും ചെയ്യുന്നു എന്നതാണ്. അതാണ് നമ്മൾ ഈ പ്രായപൂർത്തി കാലഘട്ടത്തിന് ശേഷം എന്ന് പറയും. അപ്പൊ അങ്ങനെ വളർച്ചാ കാലഘട്ടത്തിന് ശേഷം, വളർച്ച പൂർത്തീകരിച്ചതിന് ശേഷവും if there is a chance for the increased production of somatotropin, സംഭവിക്കാം. അതൊരു തകരാറാണ്. നമ്മുടെ പിറ്റ്യൂട്ടറി ഗ്ലാൻഡിൽ ഉണ്ടാകുന്ന ട്യൂമർ ഒക്കെയാണ് അതിന് കാരണമായിട്ട് പറയുന്നത്. വളർച്ചാ കാലഘട്ടത്തിന് ശേഷം സൊമാറ്റോട്രോപ്പിന്റെ പ്രൊഡക്ഷൻ കൂടാൻ ഉണ്ടാകുന്ന ഒരു കാരണം പറയുന്നത് ട്യൂമർ, ഫോർമേഷൻ ഓഫ് ട്യൂമർ അറ്റ് ദ പിറ്റ്യൂട്ടറി ഗ്ലാൻഡ്. ഇങ്ങനെയുള്ള സമയത്ത് സൊമാറ്റോട്രോപ്പിന്റെ പ്രൊഡക്ഷൻ വളർച്ചാ കാലഘട്ടത്തിന് ശേഷം കൂടുകയും, അങ്ങനെ കൂടുമ്പോഴുള്ള കുഴപ്പം എന്താ വെച്ചാൽ വളർച്ച നിന്ന് കഴിഞ്ഞല്ലോ. നമ്മൾ പറഞ്ഞു ശരീര വളർച്ച നിന്ന് കഴിഞ്ഞു 21 വയസ്സാകുന്നതോടുകൂടി. പിന്നീട് സൊമാറ്റോട്രോപ്പിൻ കൂടി എന്ന് കരുതി ശരീര വളർച്ച കൂടില്ലേ, പകരം ഫേസ് ബോൺ വളരും, മുഖാസ്ഥികൾ വളരും, താടി എല്ലുകൾ വളരും, കൈവിരലിലും കാൽവിരലിലെയും അസ്ഥികളൊക്കെ ഇങ്ങനെ വളർന്നുകൊണ്ടിരിക്കും. അപ്പോൾ ഒരു ടോട്ടൽ ഫിസിക്കൽ ഗ്രോത്തിന് പകരമായി ടിപ്പിക്കൽ പോർഷൻ ഓഫ് സെർട്ടൈൻ ബോൺസ് ഓൺലി ഗ്രോ. ഇതാണ് സംഭവിക്കുക. മുഖാസ്ഥികളുടെ അഗ്രഭാഗം, താടിയലിന്റെ അഗ്രഭാഗം, കൈവിരലുകൾ, ഇങ്ങനെയുള്ള ഭാഗങ്ങൾ മാത്രം അങ്ങോട്ട് വളരും. സ്വാഭാവികമായും ആ വളർച്ച അലോസരമുണ്ടാക്കും. അത് സുഖകരമായ വളർച്ചയല്ല, അല്ലെ? ഒരു വൈരൂപ്യം ഉണ്ടാവാൻ കാരണമാകുന്നു. അങ്ങനെയുള്ള കണ്ടീഷൻ നമ്മൾ കൊടുക്കുന്ന പേരാണ് അക്രോമെഗാലി. If the production of somatotropin increases after the puberty, after the growth പീരീഡിന് ശേഷവും സൊമാറ്റോട്രോപ്പിന്റെ പ്രൊഡക്ഷൻ കൂടിയാൽ അങ്ങനെയുള്ള ആളുകളുടെ ടോട്ടൽ ഫിസിക്കൽ ഗ്രോത്തിന് പകരമായി, മൊത്തത്തിലുള്ള ശരീര വളർച്ചയ്ക്ക് പകരമായി ഫേസ് ബോണ്, താടിയെല്ലുകൾ, കൈവിരല്, കാൽവിരല് തുടങ്ങിയ ഭാഗങ്ങൾ മാത്രം, അതൊക്കെ അതിന്റെ ഒക്കെ ടിപ്പിക്കൽ പോർഷൻ മാത്രം വളരുന്ന കണ്ടീഷന് പറയുന്ന പേരാണ് എക്രോമെഗാലി. എക്രോ അഗ്രഭാഗം, ടിപ്പിക്കൽ പോർഷൻ. മെഗാ വലുതാവുക, ലൈ ഡിസീസ് രോഗം, അഗ്രഭാഗം വലുതാകുന്ന രോഗം എന്ന് തന്നെ അതിന്റെ ഡെഫിനിഷൻ വരുന്നത്. എക്രോമെഗാലി എന്ന രോഗം ഉണ്ടാകുന്നതിന് കാരണമാണ്. രോഗം ഒരു അവസ്ഥയാണ്. ഓക്കെ, ഇതാണ് ഞാൻ പറഞ്ഞത്. സൊമാറ്റോട്രോപ്പിന്റെ പ്രൊഡക്ഷനുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇങ്ങനെ 3 അവസ്ഥകൾ ഉണ്ടാകുന്നതിന് കാരണമാണ്. പിറ്റ്യൂട്ടറി ഗ്ലാൻഡിന്റെ മൂന്നാമത്തെ ഹോർമോൺ, അതിന്റെ ആന്റീരിയർ ലോബിൽ നിന്ന് പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്ന മൂന്നാമത്തെ ഹോർമോണാണ് പ്രൊലാക്റ്റിൻ. പേരിന്ന് കിട്ടും. ഇറ്റ് ഇൻഡ്യൂസസ് ദ ലാക്ടേഷൻ, പാലുൽപാദനത്തെ, സ്തനഗ്രന്ഥികളിൽ നിന്ന് കുഞ്ഞിന് ആവശ്യാനുസരണം പാൽ ഉൽപാദിപ്പിക്കാൻ സഹായിക്കുന്ന ഹോർമോണാണ് പ്രൊലാക്റ്റിൻ. ഡെലിവറി കഴിഞ്ഞു എന്ന വിവരം പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് അറിയുകയും പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് ഉടൻ തന്നെ ബ്രസ്റ്റ് സെല്ലിലേക്ക് മെസ്സേജസ് കൊടുക്കുകയും അത് അതിൽ നിന്ന് പ്രൊലാക്റ്റിൻ പ്രൊഡ്യൂസ് ചെയ്യുകയും ആ പ്രൊലാക്റ്റിൻ ബ്രസ്റ്റ് സെൽസിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുകയും ചെയ്യുന്നു, പാൽ ഉൽപ്പാദിപ്പിക്കാൻ സഹായിക്കുകയും ചെയ്യുന്നു. ഇതാണ് പിറ്റ്യൂട്ടറി ഗ്ലാൻഡിന്റെ ആന്റീരിയർ ലോബ്, ഫസ്റ്റ് ലോബ്, മുൻതളത്തിൽ നിന്നും പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്ന ഹോർമോൺസും അതിന്റെ ഫങ്ഷൻസും പറയുന്നത്. ഓക്കെ, നമുക്ക് രണ്ടാമത്തെ ലോബാണ് പിറ്റ്യൂട്ടറി ഗ്ലാൻഡിന്റെ സെക്കൻഡ് ലോബിൽ കാണപ്പെടുന്ന ഹോർമോൺ.
നോക്കണം, ഒന്നുകൂടെ ശ്രദ്ധിക്കുക. മുൻതളത്തിൽ നിന്ന് ആന്റീരിയർ ലോബിൽ നിന്നും പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്ന മൂന്ന് ടൈപ്പ് ഹോർമോൺസ് ട്രോപ്പിക് ഹോർമോൺസും സൊമാറ്റോട്രോപ്പിനും പ്രൊലാക്റ്റിനുമാണ് പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്ന ഹോർമോൺസ്. ഇനി ശ്രദ്ധിക്കണം, പിറ്റ്യൂട്ടറി ഗ്ലാൻഡിന്റെ പോസ്റ്റീരിയർ ലോബ് പിന്തളത്തിൽ അവിടെ കാണപ്പെടുന്ന രണ്ട് സുപ്രധാനമായ ഹോർമോണുകളാണ്. ഒന്ന് വാസോപ്രസിൻ, രണ്ട് ഓക്സിറ്റോസിൻ. ഓക്സിറ്റോസിൻ എന്താണിത്? പിറ്റ്യൂട്ടറി ഗ്ലാൻഡിന്റെ പോസ്റ്റീരിയർ ലോബിൽ കാണപ്പെടുന്ന അവിടുന്ന് പുറന്തള്ളുന്ന രണ്ട് ടൈപ്പ് ഹോർമോണുകളാണ് വാസോപ്രസിനും ഓക്സിറ്റോസിനും. ഈ രണ്ട് ആന്റീരിയർ ലോബുമായി ബന്ധപ്പെട്ടുകൊണ്ടും പോസ്റ്റീരിയർ ലോബുമായി ബന്ധപ്പെട്ടുകൊണ്ടും ഞാൻ പറയുന്ന ഒന്നുകൂടെ ശ്രദ്ധിക്കുക. ആന്റീരിയർ ലോബിൽ നിന്ന് പ്രൊഡ്യൂസ് ചെയ്യുന്ന മൂന്ന് ടൈപ്പ് ഹോർമോണുകൾ ട്രോപ്പിക് ഹോർമോണും സൊമാറ്റോട്രോപ്പിനും പ്രൊലാക്റ്റിനുമാണ്. പിറ്റ്യൂട്ടറി ഗ്ലാൻഡിന്റെ പോസ്റ്റീരിയർ ലോബിൽ നിന്ന് സെക്രീറ്റ് ചെയ്യപ്പെടുന്ന അവിടുന്ന് പുറന്തള്ളുന്ന അല്ലെ അവിടെ കാണപ്പെടുന്ന രണ്ട് ഹോർമോണുകളാണ് വാസോപ്രസിൻ, ഓക്സിറ്റോസിൻ. എന്താ ഞാൻ ഈ പറഞ്ഞല്ലോ വ്യത്യാസം? ആന്റീരിയർ ലോബിൽ നിന്ന് പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്ന, പോസ്റ്റീരിയർ ലോബിൽ നിന്ന് സെക്രീറ്റ് ചെയ്യപ്പെടുന്ന വ്യത്യാസമുണ്ട്. നേരത്തെ ആന്റീരിയർ ലോബിലെ ഹോർമോൺസിനെ പ്രൊഡ്യൂസ് ചെയ്തത് ആന്റീരിയർ ലോബ് തന്നെയാണ്, പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് തന്നെയാണ്. എന്നാൽ പോസ്റ്റീരിയർ ലോബിൽ നിന്ന് പ്രൊഡ്യൂസ് ചെയ്യുന്നു എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. ഞാൻ പറയല്ല, അങ്ങനെയല്ല. പിന്നെയോ സെക്രീറ്റഡ്, അവിടുന്ന് പുറന്തള്ളുന്ന, സ്രവിപ്പിക്കുന്ന രണ്ട് ഹോർമോണുകൾ. അപ്പൊ ഒരു കാര്യം ഉറപ്പാണല്ലോ, എന്താണത്? These hormones are not produced from the posterior lobe of pituitary gland. ഇവ പിറ്റ്യൂട്ടറി ഗ്ലാൻഡിന്റെ പ്രൊഡക്ഷൻസ് അല്ല, ഉൽപ്പന്നങ്ങളല്ല. പക്ഷെ കാണുന്ന എവിടെ തന്നെയാണ്? പിറ്റ്യൂട്ടറി ഗ്ലാൻഡിൽ തന്നെയാണ്. പിറ്റ്യൂട്ടറി ഗ്ലാൻഡിൽ കാണുന്ന അവിടുന്ന് പുറന്തള്ളുന്ന രണ്ട് ഹോർമോൺ, ആവശ്യാനുസരണം ബ്ലഡിലേക്ക് ഇജക്ട് ചെയ്യുന്ന രണ്ട് ഹോർമോൺസ് ആണ് വാസോപ്രസിനും ഓക്സിറ്റോസിനും. അപ്പൊ സ്വാഭാവികമായും നമ്മൾ അന്വേഷിക്കേണ്ട കാര്യം എന്താ? ഫ്രം വേർ ദീസ് ഹോർമോൺസ് ആർ പ്രൊഡ്യൂസ്ഡ്, അല്ലെ? എവിടെ നിന്നാണ് ഈ ഹോർമോൺ, ഈ രണ്ട് ഹോർമോൺസിന്റെ പ്രൊഡക്ഷൻ നടക്കുക? അപ്പൊ നമ്മൾ ഇതിന്റെ കൂടെ തന്നെ മറ്റൊരു ഗ്ലാൻഡിനെ കൂടെ പരിചയപ്പെടാൻ പോവുകയാണ്. ഓക്കെ, അപ്പൊ പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് അവിടെ ഉണ്ട്, അതിന്റെ കൂടെ തന്നെ മറ്റൊരു ഗ്ലാൻഡ്, വളരെ പ്രധാനപ്പെട്ട ഒരു ഗ്ലാൻഡിനെ കൂടെ പറയുന്നു നമ്മൾ. ആ ഗ്ലാൻഡിന്റെ പേര് ഹൈപ്പോതലാമസ് എന്നാണ്. ഹൈപ്പോതലാമസ് ഓർമ്മയുണ്ടോ? ഹൈപ്പോതലാമസിന് നമ്മൾ എവിടെയാണ് പരിചയപ്പെട്ടത്? ഒന്നാമത്തെ പാഠത്തിൽ. എവിടെ? തലച്ചോറിൽ. തലാമസിന്റെ താഴെയായി ഹോമിയോസ്റ്റാറ്റിസ് മെയിൻറ്റെയിൻ ചെയ്യാൻ സഹായിക്കുന്നു, അല്ലെ? ആന്തര സമസ്ഥിതി നിലനിർത്താൻ സഹായിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമായി നമ്മൾ എന്ത് പറഞ്ഞു കഴിഞ്ഞു? ഹൈപ്പോതലാമസിനെ പറഞ്ഞു കഴിഞ്ഞു. നെർവസ് സിസ്റ്റത്തിലെ ഒരു ഭാഗമായി, തലച്ചോറിന്റെ ഒരു ഭാഗമായി നമ്മൾ ഓൾറെഡി ഹൈപ്പോതലാമസിനെ പരിചയപ്പെട്ടിട്ടുണ്ട്. നമ്മൾ ഇവിടെ ഇനി പറയാൻ പോകുന്നത് എന്താ? certain hormones are produced from the hypothalamus. ഹൈപ്പോതലാമസിൽ നിന്ന് ചില ഹോർമോണുകളും ഉൽപ്പാദിപ്പിക്കപ്പെടുന്നുണ്ട്. അപ്പൊ ന്യൂറോൺസിനോടൊപ്പം തന്നെ, അല്ലെ, നെർവസ് സിസ്റ്റത്തിന്റെ ഭാഗമാകുമ്പോൾ സ്വാഭാവികമായും അവിടെ എന്താ ഉണ്ടാവുക? ന്യൂറോൺസ് ഉണ്ടാവുക. ന്യൂറോൺസിനോടൊപ്പം തന്നെ ഹൈപ്പോതലാമസിൽ ചില എൻഡോക്രൈൻ സെൽസും ഉണ്ട്. എൻഡോക്രൈൻ സെൽസ്, അന്തസ്രാവി ഗ്രന്ഥികൾ, ഗ്രന്ഥി കോശങ്ങളും എവിടെയുണ്ട്? ഹൈപ്പോതലാമസിൽ. ആ ഗ്രന്ഥി കോശങ്ങളാണ് ഹൈപ്പോതലാമസിൽ നിന്നും എന്ത് പ്രൊഡ്യൂസ് ചെയ്യുക? ഹോർമോൺസ് പ്രൊഡ്യൂസ് ചെയ്യുക. മനസ്സിലായല്ലോ? ഹൈപ്പോതലാമസിന് ന്യൂറോൺസിനോടൊപ്പം തന്നെ ഹോർമോൺസിനെ പ്രൊഡ്യൂസ് ചെയ്യാൻ സഹായിക്കുന്ന ഗ്രന്ഥി കോശങ്ങൾ, എൻഡോക്രൈൻ സെൽസ് കാണപ്പെടുന്നുണ്ട്. ആ എൻഡോക്രൈൻ സെൽസ് ആണ് വാസോപ്രസിൻ, ഓക്സിറ്റോസിൻ തുടങ്ങിയ ഹോർമോൺസിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പൊ പിന്നെ എന്തായിരിക്കണം? ഹൈപ്പോതലാമസിൽ നിന്ന് പ്രൊഡ്യൂസ് ചെയ്യപ്പെട്ട് എവിടേക്ക് എത്തുകയാണ് വേണ്ടത്? പിറ്റ്യൂട്ടറി ഗ്ലാൻഡിലേക്ക് എത്തുകയല്ലേ വേണ്ടത്? അതെങ്ങനെ സാധ്യമാകുന്നു? അപ്പൊ നമുക്കൊരു കാര്യം ഉറപ്പിക്കാം, ഹൈപ്പോതലാമസും പിറ്റ്യൂട്ടറി ഗ്ലാൻഡുമായിട്ട് ഒരു കണക്ഷൻ ഉണ്ട് എന്ന് ഉറപ്പിക്കാം. നമുക്ക്
ഇത് നമുക്ക് ആ കണക്ഷൻ നോക്കാം. ഇത് ഹൈപ്പോതലാമസ് ആണ്. ഹൈപ്പോതലാമസ് രണ്ട് രീതിയിൽ ആരുമായി കണക്റ്റഡ് ആണ്? നമ്മുടെ പിറ്റ്യൂട്ടറി ഗ്ലാൻഡുമായി കണക്റ്റഡ് ആണ്. ഇത് രണ്ടും പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് ആണ്. പിറ്റ്യൂട്ടറി ഗ്ലാൻഡിന്റെ ആദ്യ ഇതളും രണ്ടാമത്തെ ഇതളും ആന്റീരിയർ ലോബും പോസ്റ്റീരിയർ ലോബുമാണ്. ഈ ആന്റീരിയർ ലോബും പോസ്റ്റീരിയർ ലോബും എന്തുമായി കണക്റ്റഡ് ആണ്? ഹൈപ്പോതലാമസുമായിട്ട് കണക്റ്റഡ് ആണ്. അതെങ്ങനെ നോക്കൂ. ഹൈപ്പോതലാമസ് പിറ്റ്യൂട്ടറി ഗ്ലാൻഡിന്റെ ആന്റീരിയർ ലോബുമായി കണക്ട് ചെയ്യപ്പെടുന്നത് ബ്ലഡ് വെസൽസിലൂടെയാണ്, രക്തക്കുഴലുകളിലൂടെയാണ്. പോർട്ടൽ വെയിൻ എന്നൊരു രക്തക്കുഴൽ ഹൈപ്പോതലാമസിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഹെപ്പാറ്റിക് പോർട്ടൽ വെയിൻ എന്ന് പറയും. ആ പോർട്ടൽ വെയിൻ ഹൈപ്പോതലാമസിൽ നിന്നും ആരംഭിച്ച് എവിടെ അവസാനിക്കുന്നു? നമ്മുടെ പിറ്റ്യൂട്ടറി ഗ്ലാൻഡിന്റെ ആന്റീരിയർ ലോബിൽ, മുൻതളത്തിൽ അവസാനിക്കുകയാണ് ചെയ്യുക. അതേസമയം ഹൈപ്പോതലാമസ് പിറ്റ്യൂട്ടറി ഗ്ലാൻഡിന്റെ പിന്തളവുമായി ബന്ധിപ്പിക്കപ്പെടുന്നത് നാഡികളിലൂടെയാണ്, ത്രൂ ദ നെർവ് ഫൈബേഴ്സ്. ഹൈപ്പോതലാമസും പോസ്റ്റീരിയർ ലോബ് ഓഫ് ദ പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് പിന്തളവും ഹൈപ്പോതലാമസുമായി കണക്ട് ചെയ്യപ്പെടുന്നത് എന്തിലൂടെയാണ്? നാഡികളിലൂടെയാണ്, നെർവ്സിലൂടെയാണ്. അപ്പൊ നോക്കൂ, ഈ നമ്മൾ പറഞ്ഞു രണ്ട് ഹോർമോൺസിന്റെ കാര്യം നമ്മൾ പറഞ്ഞല്ലോ. ഏതൊക്കെയാണത്? വാസോപ്രസിൻ ആൻഡ് ഓക്സിറ്റോസിൻ എവിടെ? ഹൈപ്പോതലാമസിന്റെ പിറ്റ്യൂട്ടറി ഗ്ലാൻഡിന്റെ പിന്തളത്തിൽ, പോസ്റ്റീരിയർ ലോബില്. ഇവിടെ ഓക്സിറ്റോസിൻ ഉണ്ട്, വാസോപ്രസിൻ ഉണ്ട്, അല്ലെ? രണ്ടും. അപ്പൊ സ്വാഭാവികമായും ഹൈപ്പോതലാമസിൽ നിന്ന് പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്ന ഈ ഹോർമോണുകൾ നെർവിലൂടെ, നാഡിയിലൂടെ സഞ്ചരിച്ച് ക്യാരി ചെയ്യപ്പെട്ട് എവിടേക്ക് എത്തുകയാണ്? പിറ്റ്യൂട്ടറി ഗ്ലാൻഡിന്റെ പിന്തളത്തിൽ എത്തുകയാണ് ചെയ്യുക. അങ്ങനെയല്ലേ? ഫ്രം ദ ഹൈപ്പോതലാമസ് ത്രൂ ദ നെർവ് ഫൈബേഴ്സ് ഓക്സിറ്റോസിൻ ആൻഡ് വാസോപ്രസിൻ റീച്ചസ് അറ്റ് ദ പോസ്റ്റീരിയർ ലോബ് ഓഫ് പിറ്റ്യൂട്ടറി ഗ്ലാൻഡ്. ഇവിടെ സ്റ്റോർ ചെയ്യപ്പെടുകയാണ് ചെയ്യുക. ഓക്കെ, ഇനി ഇതുമായുള്ള കണക്ഷൻ എന്താണ്? നോക്കൂ, എന്തിനാ ഇവിടെയുമായുള്ള കണക്ഷൻ? ഹൈപ്പോതലാമസ് പിറ്റ്യൂട്ടറി ഗ്ലാൻഡിന്റെ ആന്റീരിയർ ലോബുമായുള്ള കണക്ഷൻ എന്തിനു വേണ്ടി നോക്കൂ. ശരിക്കും അല്ല, ഹൈപ്പോതലാമസ് ഒരു തേർഡ് ഹോർമോൺ കൂടെ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. നാലാമത്തെ നാല് ഹോർമോണുകൾ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഹൈപ്പോതലാമസിൽ നിന്നും പ്രൊഡ്യൂസ് ചെയ്യപ്പെട്ട് പിറ്റ്യൂട്ടറി ഗ്ലാൻഡിന്റെ ആന്റീരിയർ ലോബിൽ സ്റ്റോർ ചെയ്യുന്ന രണ്ട് പ്രധാനപ്പെട്ട ഹോർമോണുകളാണ്. ഒന്ന് റിലീസിംഗ് ഹോർമോൺ അഥവാ RH, രണ്ട് ഇൻഹിബിറ്ററി ഹോർമോൺ അഥവാ IH. ഹൈപ്പോതലാമസിൽ നിന്നും പ്രൊഡ്യൂസ് ചെയ്യപ്പെട്ട് പിറ്റ്യൂട്ടറി ഗ്ലാൻഡിന്റെ ആന്റീരിയർ ലോബിൽ, മുൻതളത്തിൽ സംഭരിക്കപ്പെടുന്ന രണ്ട് ഹോർമോണുകളാണ് റിലീസിംഗ് ഹോർമോൺസും ഇൻഹിബിറ്ററി ഹോർമോൺസും എന്ന് പറയുന്നത്. അപ്പൊ 4 types of hormones are produced from the hypothalamus. 4 ഹോർമോൺസ്. അതിൽ ഓക്സിറ്റോസിനും വാസോപ്രസിനും പിന്തളത്തിലും, റിലീസിംഗ് ഹോർമോണും ഇൻഹിബിറ്ററി ഹോർമോണും മുൻതളത്തിലുമാണ്. RH-ഉം IH-ഉം ഇവിടെ എത്തുന്നത് എങ്ങനെയാണ്? ആന്റീരിയർ ലോബിൽ എത്തുന്നത് എങ്ങനെയാണ്? ത്രൂ ദ ബ്ലഡ് വെസൽസ്, ത്രൂ ദ പോർട്ടൽ വെയിൻ. പോർട്ടൽ സിരയിലൂടെയാണ് ഹൈപ്പോതലാമസിൽ നിന്ന് RH-ഉം IH-ഉം പിറ്റ്യൂട്ടറി ഗ്ലാൻഡിന്റെ മുൻതളത്തിലെത്തുക. ഓക്കെ, ഇതാണ് ഈ ഹോർമോൺസിന്റെ ഡിസ്ട്രിബ്യൂഷനുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഹൈപ്പോതലാമസും പിറ്റ്യൂട്ടറി ഗ്ലാൻഡുമായുള്ള ആ ഒരു കോറിലേഷൻ, കണക്ഷൻ ഇങ്ങനെയാണ്. ഇത് ഹൈപ്പോതലാമസിന്റെ ഒരു പ്രത്യേകത എന്താണ്? ഇറ്റ് ഈസ് ദ സ്മോളസ്റ്റ് ഗ്ലാൻഡ്. ഏറ്റവും വളരെ ചെറിയ ഒരു ഉണങ്ങിയ മുന്തിരിയുടെ അത്രമാത്രം വലുപ്പമുള്ള സാധനമാണ് ഹൈപ്പോതലാമസ്. അവ സ്വാഭാവികമായും അത് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹോർമോൺസിനെ അവിടെ സ്റ്റോർ ചെയ്യാനാവില്ല. ആ സ്റ്റോർ ചെയ്യാനുള്ള സൗകര്യത്തിനാണ് ഈ പിറ്റ്യൂട്ടറി ഗ്ലാൻഡിന്റെ രണ്ട് ദളങ്ങളിലായിട്ട് ഈ ഹോർമോണുകളെ കൊണ്ടുവരുന്നത്. നോക്കൂ, കുറച്ച് കാലങ്ങൾക്ക് മുന്നേ, ഈ അടുത്ത കാലത്തിൽ കുറച്ച് കാലങ്ങൾക്ക് മുന്നേ നമ്മൾ പിറ്റ്യൂട്ടറി ഗ്ലാൻഡിനെ പരിശോധിക്കുമ്പോൾ, പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് നോക്കുന്ന സമയത്ത് അതിൽ കാണുന്ന ഹോർമോൺസ്, പിന്തളത്തിൽ ഓക്സിറ്റോസിൻ ഉണ്ട്, വാസോപ്രസിൻ ഉണ്ട്, മുൻതളത്തിൽ RH ഉണ്ട്, IH ഉണ്ട്, ട്രോപ്പിക് ഹോർമോൺ ഉണ്ട്, സൊമാറ്റോട്രോപ്പിൻ ഉണ്ട്, പ്രൊലാക്റ്റിൻ ഉണ്ട്. ഇതൊക്കെ ഇവിടെ തന്നെയല്ലേ? അല്ലെ? ഒറ്റ നോട്ടത്തിൽ എല്ലാ ഹോർമോണും കാണുന്ന എവിടെയാണ്? പിറ്റ്യൂട്ടറി ഗ്ലാൻഡിലാണ്. സോ all these hormones are produced from pituitary gland. ഒരു കാലത്ത് നമ്മൾ അങ്ങനെ ധരിച്ചിരുന്നു.
പിന്നീടാണ് നമുക്ക് എന്ത് മനസ്സിലാകുന്നത്, ഈ ഹോർമോൺസ്, ഇതിൽ പല ഹോർമോൺസിനെയും പ്രൊഡ്യൂസ് ചെയ്യുന്നത് ആരല്ല, പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് അല്ല എന്ന് നമ്മൾ പിന്നീട് മനസ്സിലാക്കുക. ഏതൊക്കെ? ഓക്സിറ്റോസിൻ, വാസോപ്രസിൻ, RH ആൻഡ് IH. ഇതിനെ ഒന്നും പ്രൊഡ്യൂസ് ചെയ്യുന്നത് പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് അല്ലാതെ ഹൈപ്പോതലാമസ് ആണ് എന്ന് നമ്മൾ പിന്നീടാണ് മനസ്സിലാക്കുന്നത്. ഓക്കെ, അതുകൊണ്ടാണ് ഞാൻ ഇപ്പൊ നമ്മൾ പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് ചേർത്തുകൊണ്ട് ഹൈപ്പോതലാമസ് കൂടെ പറയേണ്ട കാരണം അതാ. ഹൈപ്പോതലാമസിനെ പറയണത് നമുക്ക് ഈ രണ്ട് ഹോർമോൺസിനെ പറയാൻ പറ്റില്ല. പിറ്റ്യൂട്ടറി ഗ്ലാൻഡിന്റെ പിന്തളവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പോസ്റ്റീരിയർ ഗ്ലാൻഡുമായി ലോബുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള രണ്ട് ഹോർമോണുകളെ പറയണമെങ്കിൽ ആരെ പറയണം? ഹൈപ്പോതലാമസിനെ നിർബന്ധമായിട്ടും പറഞ്ഞിരിക്കണം എന്നതാണ്. ഓക്കെ, ഇനി നോക്കൂ, ഓക്സിറ്റോസിൻ. എന്താണ് ഓക്സിറ്റോസിൻ ചെയ്യുന്നത് നോക്കുക. ഓക്സിറ്റോസിൻ induces the labor, induces the parturition. പ്രസവ പ്രക്രിയയിൽ ഒരു പ്രധാന പങ്ക് വഹിക്കുന്ന ഹോർമോണാണിത് ഓക്സിറ്റോസിൻ. ഡെലിവറി നേരത്തെയാക്കാൻ, സുഗമമായ പ്രസവത്തിന് സഹായിക്കുന്ന ഹോർമോണാണ് ഓക്സിറ്റോസിൻ. ഇതിന്റെ യഥാർത്ഥ ആക്ടിവിറ്റി പറയുന്നത് കോൺട്രാക്ഷൻ ഓഫ് സ്മൂത്ത് മസിൽസ് എന്നാണ്. സ്മൂത്ത് മസിൽസ്, മിനുസപേശികളുടെ കോൺട്രാക്ഷൻ, അതിന്റെ സങ്കോചത്തെ സഹായിക്കുന്നു. എക്സ്പെഷ്യലി ദ മസിൽസ് ഓഫ് യൂട്രസ് വാൾ. യൂട്രസ് വാളിലുള്ള സ്മൂത്ത് മസിൽസിന്റെ കോൺട്രാക്ഷൻ സഹായിക്കും. യൂട്രസ് വാൾ കോൺട്രാക്ട് ചെയ്യപ്പെടേണ്ടി വരുന്നത് ആഫ്റ്റർ ദ ഗ്രോത്ത് ഓഫ് ദ ഇൻഫന്റ്. കുഞ്ഞിന്റെ ഗർഭസ്ഥ ശിശുവിന്റെ വളർച്ച പൂർത്തിയാകുമ്പോഴാണ്. ആ കുഞ്ഞിന്റെ വളർച്ചയ്ക്ക് അനുസരിച്ച് മാതാവിന്റെ യൂട്രസ് വോൾ എക്സ്പാൻഡ് ചെയ്യും, അത് വികസിക്കുക ചെയ്യാം. ഒരു 9 മാസക്കാലമാകുമ്പോൾ അതിന്റെ വളർച്ച പൂർത്തീകരിക്കപ്പെടുകയും പിന്നീട് അതുവരെ എക്സ്പാൻഡ് ചെയ്ത യൂട്രസ് വോൾ പിന്നീട് എന്ത് ചെയ്യുക? കോൺട്രാക്ട് ചെയ്യും. ആ കോൺട്രാക്ഷൻ ആണ് നമ്മൾ സാധാരണ കേൾക്കുന്ന, കോൺട്രാക്ഷൻ മൂലമാണ് നമ്മൾ സാധാരണ കേൾക്കുന്ന, ഡെലിവറിയുമായി ബന്ധപ്പെട്ട് കേൾക്കുന്ന ഡെലിവറി പെയിൻ, പ്രസവ വേദന ഉണ്ടാകുന്നതിന് കാരണം വിഗറസ് ആയിട്ട് യൂട്രസ് വാൾ കോൺട്രാക്ട് ചെയ്യുക. അങ്ങനെ കോൺട്രാക്ട് ചെയ്യാൻ ആര് വേണം? ഓക്സിറ്റോസിൻ വേണം. സോ ഹൈപ്പോതലാമസിൽ നിന്ന് ഓക്സിറ്റോസിൻ പ്രൊഡ്യൂസ് ചെയ്യപ്പെടുകയും ഈ ഓക്സിറ്റോസിൻ യൂട്രസ് വാളിലെത്തി അതിനെ കോൺട്രാക്ട് ചെയ്യിക്കുകയും അതിന്റെ ഫലമായിട്ട് നോർമൽ ഡെലിവറി സാധ്യമാവുകയും ചെയ്യും. അതാണ് സംഭവിക്കുന്നത്. ഓക്കെ, അതിന് കൂടെ തന്നെ അതിനോട് ചേർത്തുകൊണ്ട് ഇത് സെക്രീഷൻ ഓഫ് മിൽക്ക് സെക്രീഷനെ കൂടെ സഹായിക്കുന്നുണ്ട്. പ്രസവം കഴിഞ്ഞ ഉടനെ കുഞ്ഞിന് ആവശ്യാനുസരണം മിൽക്ക് സെക്രീഷൻ. ശ്രദ്ധിക്കണം, അതെ, മിൽക്ക് പ്രൊഡക്ഷൻ ആരായിരുന്നു? പ്രൊലാക്റ്റിൻ ആയിരുന്നു. ആന്റീരിയർ ലോബിലുള്ള പ്രൊലാക്റ്റിൻ ആയിരുന്നു മിൽക്ക് പ്രൊഡക്ഷൻ. ഇവിടെ പ്രൊഡ്യൂസ് ചെയ്യപ്പെട്ടിരിക്കുന്ന മിൽക്കിന്റെ സെക്രീഷൻ അത് പുറത്തേക്ക് വരുന്നതിനാൽ സഹായിക്കുന്നു ഓക്സിറ്റോസിൻ സഹായിക്കുന്നു. അപ്പൊ ഇൻഡ്യൂസസ് ദ ലേബർ ആൻഡ് ഇൻഡ്യൂസ് സെക്രീഷൻ ഓഫ് മിൽക്ക്. ദീസ് ആർ ദ ഫങ്ഷൻസ് ഓഫ് ഓക്സിറ്റോസിൻ. നമ്മൾ ഡെലിവറിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ ഡെലിവറി പെയിൻ നമ്മൾ പറഞ്ഞു. ഇനി ഡെലിവറിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് നോർമൽ ഡെലിവറി സാധ്യമാകുന്നതിന് മരുന്ന് കൊടുക്കാറുണ്ട്. സാധാരണ ചില സമയത്ത് നോർമൽ ഡെലിവറി ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി മരുന്ന് കൊടുക്കുക. ആ മരുന്ന് കൊടുക്കുന്ന മരുന്നിൽ അടങ്ങിയിരിക്കുന്ന പ്രധാനപ്പെട്ട ഘടകം ഓക്സിറ്റോസിൻ ആണ്. അപ്പൊ മരുന്ന് കൊടുക്കേണ്ടി വരുന്നു എന്ന് പറഞ്ഞാൽ ആ ഗർഭിണിയിൽ നോർമൽ പ്രൊഡക്ഷൻ ഓഫ് ഓക്സിറ്റോസിൻ നടക്കുന്നില്ല എന്നർത്ഥമാണ്. അത് നടക്കാൻ വേണ്ടിയാണ് അവർക്ക് ആർട്ടിഫിഷ്യലി ഓക്സിറ്റോസിൻ കൊടുക്കുക. ഇതും പരാജയപ്പെടുമ്പോഴാണ് നമ്മൾ സിസേറിയൻ ഓപ്പറേഷൻ ആവശ്യമാണ് എന്ന് ഡോക്ടർ പറയുന്ന കണ്ടീഷനിലേക്ക് വരുന്നത്. ഓക്കെ, ഇതാണ് ഓക്സിറ്റോസിൻ. ഇനി രണ്ട്, വാസോപ്രസിൻ. വാസോപ്രസിൻ ഓർ ADH മറ്റൊരു പേരാണ് ADH, ആന്റി ഡൈയൂററ്റിക് ഹോർമോൺ എന്നും കൂടെ പറയുന്നത്. വാസോപ്രസിൻ അഥവാ ADH, ആന്റി ഡൈയൂററ്റിക് ഹോർമോൺ. ഇത് രക്തത്തിലെ വാട്ടർ ലെവൽ മെയിൻറ്റെയിൻ ചെയ്യാൻ സഹായിക്കുന്ന ഹോർമോണാണ്. വാട്ടർ ലെവൽ മെയിൻറ്റെയിൻ ചെയ്യാൻ സഹായിക്കും. വാട്ടർ ലെവൽ മെയിൻറ്റെയിൻ ചെയ്യാൻ സഹായിക്കുന്നത് കൺട്രോൾസ് ദ അബ്സോർപ്ഷൻ ഓഫ് വാട്ടർ ഫ്രം ദ കിഡ്നി. കിഡ്നിയിൽ ഇതിന്റെ പ്രവർത്തനം കിഡ്നിയിലാണ്. വാസോപ്രസിന്റെ ആക്ടിവിറ്റി കിഡ്നിയിലാണ്. കിഡ്നിയിൽ പ്രവർത്തിച്ച് കിഡ്നിയിൽ നിന്നുള്ള വാട്ടർ അബ്സോർപ്ഷനെ കൺട്രോൾ ചെയ്യുന്ന ഹോർമോണാണ് വാസോപ്രസിൻ എന്ന് പറയുന്നത്. കിഡ്നിയിൽ നിന്ന് ബോഡി ഡിമാൻഡ് അനുസരിച്ച്
വാട്ടർ അബ്സോർപ്ഷനെ കൺട്രോൾ ചെയ്യാം. ചില സമയത്ത് കൂടുതൽ വാട്ടർ റീഅബ്സോർബ് ചെയ്യേണ്ടി വരുന്നുണ്ട്, ചില സമയത്ത് കുറച്ചു മതി. അക്കോർഡിംഗ് ടു ദ ലെവൽ ഓഫ് ബ്ലഡ് വാട്ടർ, രക്തത്തിലെ ജലത്തിന്റെ അളവനുസരിച്ച് കിഡ്നിയിൽ നിന്നും കൂടുതലോ കുറച്ചോ വാട്ടർ അബ്സോർപ്ഷൻ കൺട്രോൾ ചെയ്യുന്ന ഹോർമോണാണ് വാസോപ്രസിൻ. ഇപ്പൊ നമ്മള് സമ്മർ സീസൺസിൽ, വേനൽക്കാലങ്ങളിൽ നമുക്ക് വിയർപ്പൊക്കെ ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായും ബോഡിയിൽ നിന്ന് പല രീതിയിൽ വിയർപ്പിലൂടെയും നമ്മുടെ റെസ്പിറേഷനിലൂടെയും ഒക്കെ വാട്ടർ ലോസ് ചെയ്യപ്പെടുന്നു. 3 വഴികളിലൂടെയാണ് വാട്ടർ ലോസ് ചെയ്യുന്നത്. 1 റെസ്പിറേഷൻ ആണ്, 2 സ്വെറ്റിംഗ് ആണ്, 3 യൂറിനേഷൻ ആണ്. അല്ലെ? അപ്പൊ വേനൽക്കാലങ്ങളിൽ സ്വെറ്റിംഗ് കൂടുതലായതുകൊണ്ട് കൂടുതൽ ജലം വിയർപ്പിലൂടെ നഷ്ടമാകും. റെസ്പിറേഷനിലൂടെയും വാട്ടർ ലോസ് ചെയ്യപ്പെടുന്നു. അപ്പൊ ഇത് രണ്ടും നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. സ്വെറ്റിംഗ് ബോഡി ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്യാനുള്ള പ്രധാനപ്പെട്ട ഒരു ആക്ടിവിറ്റിയാണ്. റെസ്പിറേഷൻ നമുക്കറിയാം, ഇത് രണ്ടും കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. 3ാമത്തെ മാർഗം എന്താണ്? യൂറിനേഷൻ ആണ്. ആ യൂറിനേഷനിൽ വാസോപ്രസിൻ കൺട്രോൾ വരുത്തുന്നു. നേരത്തെ പറഞ്ഞ വഴികളിലൂടെ വാട്ടർ ലോസ് ചെയ്യപ്പെടുന്നതുകൊണ്ട് സമ്മർ സീസണിൽ എന്താണ്, ബോഡിക്കകത്ത് വാട്ടർ ലെവൽ പൊതുവെ കുറവായിരിക്കും ആണല്ലോ. അങ്ങനെ കുറവാകുന്ന സമയത്ത് ഹൈപ്പോതലാമസിൽ നിന്നുള്ള വാസോപ്രസിന്റെ പ്രൊഡക്ഷൻ കൂടും. എന്നാൽ ബോഡിക്കകത്ത് വാട്ടർ ലെവൽ കുറവാണ് എന്ന വിവരം ഹൈപ്പോതലാമസ് അറിയുകയും ഉടൻ തന്നെ ഹൈപ്പോതലാമസ് വാസോപ്രസിന്റെ പ്രൊഡക്ഷൻ വർദ്ധിപ്പിക്കുകയും ആ വാസോപ്രസിൻ കിഡ്നിയിലെത്തും. കിഡ്നിയിൽ നിന്ന് മാക്സിമം വാട്ടർ റീഅബ്സോർബ് ചെയ്ത് ബ്ലഡിലേക്ക് ആഡ് ചെയ്യും. കിഡ്നിയിൽ നിന്ന്, കിഡ്നിയാണല്ലോ ബ്ലഡിനെ ഫിൽറ്റർ ചെയ്ത് എക്സസ് ഉള്ള സാധനങ്ങളൊക്കെ സെക്രേറ്റ് ചെയ്യേണ്ട, ഒഴിവാക്കേണ്ട ഒരു ഓർഗൻ എന്ന് പറയുന്നത് കിഡ്നിയാണ്. ഫിൽട്രേഷൻ പോയിന്റ് ഓഫ് അവർ ബോഡി എന്ന് പറയുന്നത്. അപ്പൊ ആ കിഡ്നിയിൽ നിന്ന് മാക്സിമം വാട്ടർ റീഅബ്സോർബ് ചെയ്ത് ബോഡിയിലേക്ക് തന്നെ ആഡ് ചെയ്യണം, ബ്ലഡിലേക്ക് ആഡ് ചെയ്യും. അങ്ങനെ ആഡ് ചെയ്യുമ്പോൾ സംഭവിക്കുന്നത് എന്താണ്? ഇജക്ട് ചെയ്യപ്പെടേണ്ട യൂറിന്റെ അളവ്, മൂത്രത്തിന്റെ അളവ് കുറയും. കിഡ്നി ഫിൽറ്റർ ചെയ്ത വാട്ടർ ആണ് യൂറിനായിട്ട് കൺവേർട്ട് ചെയ്യപ്പെടുക. ആ ഫിൽറ്റർ ചെയ്ത വാട്ടറിന്റെ അളവ് കുറയുന്നു. അതെങ്ങോട്ട് വരുന്നു? ബ്ലഡിലേക്ക് വരികയാണ്. സോ ദ വോളിയം ഓഫ് യൂറിൻ ഡിക്രീസസ് അറ്റ് ദ ടൈം ഓഫ് സമ്മർ സീസൺ, വേനൽക്കാലങ്ങളിൽ. ഇനി മഴക്കാലങ്ങളിൽ, വർഷക്കാലങ്ങളിൽ എന്താ സംഭവിക്കുന്നത്? റെയിനി സീസണിൽ സംഭവിക്കുന്നത് ബോഡിക്കകത്ത് വാട്ടർ ലെവൽ കൂടുതലാണ്. കാരണം സ്വെറ്റിംഗ് കുറവാണല്ലോ, വിയർപ്പ് കുറവാണല്ലോ. അപ്പോൾ ബോഡിക്കകത്ത് ഓൾറെഡി വാട്ടർ ലെവൽ കൂടുതലാണ്. അപ്പൊ സ്വാഭാവികമായിട്ട് എന്താ വേണ്ടത്? ഉള്ളിലുള്ള അധികമുള്ള വെള്ളം പുറന്തള്ളപ്പെടുകയാണ് വേണ്ടത്. അപ്പൊ വാട്ടർ ലെവൽ കൂടുതലാണ് എന്ന വിവരവും ഹൈപ്പോതലാമസ് അറിയും. ഉടൻ തന്നെ ഹൈപ്പോതലാമസ് വാസോപ്രസിൻ പ്രൊഡ്യൂസ് ചെയ്യപ്പെടുകയും അത് കിഡ്നിയിലെത്തുന്നു. കിഡ്നിയിൽ നിന്ന് വാട്ടർ റീഅബ്സോർപ്ഷന്റെ അളവ് കുറയും. റീഅബ്സോർപ്ഷൻ കുറയുമ്പോൾ മാക്സിമം വാട്ടർ ഫിൽറ്റർ ചെയ്യപ്പെടുകയും അത് യൂറിനായിട്ട് കൺവേർട്ട് ചെയ്യപ്പെടുകയും ചെയ്യും. മഴക്കാലത്ത് യൂറിനേഷന്റെ അളവ് കൂടാനുള്ള കാരണം അതാണ്. മൂത്രമൊഴിക്കൽ കൂടാനുള്ള കാരണം അതാണ്. കിഡ്നിയിൽ നിന്നും ഫിൽട്രേഷൻ നടക്കാതെ വരുന്നു, കുറയുന്നു. അപ്പൊ മാക്സിമം വാട്ടർ യൂറിനിലൂടെ ഇജക്ട് ചെയ്യപ്പെടുകയും ചെയ്യുന്നു. ആ ഒരു ബന്ധം മനസ്സിലാക്കുക. വാസോപ്രസിന്റെ അളവും യൂറിന്റെ അളവും തമ്മിലുള്ള ഒരു ബന്ധം, ഇതൊരു ഇൻവേഴ്സലി പ്രൊപ്പോർഷണൽ ആണ് മാത്തമാറ്റിക്കലി പറഞ്ഞാൽ, അല്ലെ? വാസോപ്രസിൻ കൂടുമ്പോൾ ഫിൽട്രേഷൻ കൂടുന്നു, അല്ലെ റീഅബ്സോർപ്ഷൻ കൂടുന്നു, യൂറിന്റെ അളവ് കുറയുന്നു. വാസോപ്രസിൻ കുറയുമ്പോഴും റീഅബ്സോർപ്ഷൻ കുറയുന്നു, വാട്ടർ ലെവൽ കൂടുന്നു. അപ്പോൾ വാസോപ്രസിൻ കുറഞ്ഞാൽ യൂറിന്റെ അളവ് കൂടും, വാസോപ്രസിൻ കൂടിയാൽ യൂറിന്റെ അളവ് കുറയും. അതിനോട് നമുക്ക് എന്ത് കൂട്ടിച്ചേർക്കുക? സീസൺ കൂട്ടിച്ചേർക്കുക. സമ്മർ സീസണിൽ വാസോപ്രസിന്റെ അളവ് കൂടുന്നു, റീഅബ്സോർപ്ഷൻ കൂടുന്നു, യൂറിൻ കുറയുന്നു. വിന്റർ സീസണിൽ, മഴക്കാലത്ത് വാസോപ്രസിന്റെ അളവ് കുറയുന്നു, റീഅബ്സോർപ്ഷൻ കുറയുന്നു, യൂറിന്റെ അളവ് കൂടുകയും ചെയ്യും. For what? To maintain the level of water in our blood. ബ്ലഡിലെ വാട്ടർ ലെവൽ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി വാസോപ്രസിന്റെ ഒരു ആക്ടിവിറ്റിയാണിത്. ഇങ്ങനെയാണ് വാസോപ്രസിൻ നമ്മുടെ ബോഡിക്കകത്ത് പ്രവർത്തിക്കുന്നത്. സോ പിറ്റ്യൂട്ടറി ഗ്ലാൻഡിന്റെ പോസ്റ്റീരിയർ ലോബിൽ, 2ാമത്തെ ഇതളത്തിൽ കാണപ്പെടുന്ന ഹൈപ്പോതലാമസിന്റെ ഹോർമോണുകളായ ഓക്സിറ്റോസിന്റെയും വാസോപ്രസിന്റെയും ആക്ടിവിറ്റീസ് ആണ് നമ്മളിവിടെ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, നമുക്ക് അടുത്ത എപ്പിസോഡിൽ 1ാമത്തെ, അപ്പൊ ഇതിന്റെ ജസ്റ്റ് കണ്ടിന്യൂഷൻ ആയിരിക്കും. ഈ ഗ്ലാൻഡ് കഴിയുന്നില്ല, ഏത് ഗ്ലാൻഡ്? ഹൈപ്പോതലാമസ് കഴിയുന്നില്ല. അടുത്ത എപ്പിസോഡിൽ നമ്മൾ ഹൈപ്പോതലാമസിന്റെ 2 ഹോർമോണിനെ കൂടെ പരിചയപ്പെടുന്നു. റിലീസിംഗ് ഹോർമോൺസ് ആൻഡ് ഇൻഹിബിറ്ററി ഹോർമോൺ, അതല്ലെങ്കിൽ പിറ്റ്യൂട്ടറി ഗ്ലാൻഡിന്റെ ആന്റീരിയർ ലോബിലുള്ള
ഹൈപ്പോതലാമസിന്റെ ഹോർമോണുകളെ കൂടെ അടുത്ത എപ്പിസോഡ് നമ്മൾ പരിചയപ്പെടും. ഓക്കെ, അപ്പൊ അതുവരെ ഹാവ് എ നൈസ് ഡേ. താങ്ക് യു.